I beg your pardon, sir. I'm only a salesman. I'm not supposed to know the editor or publisher of these magazines. I suggest you please go and find out yourself. ഈ മാഗസിൻ അടിക്കുന്ന പ്രസ്സോ ഇതിന്റെ ഓഫീസോ ഈ സ്ട്രീറ്റിലില്ല. ഇതിനു മുൻപും ഉണ്ടായിരുന്നതായി എനിക്കറിവില്ല. നിങ്ങൾക്കൊരു പക്ഷേ സ്ട്രീറ്റിന്റെ പേര് തെറ്റിപ്പോയിരിക്കും. അടുത്ത സ്ട്രീറ്റിലൊരു പത്രമാഫീസുണ്ട്. പക്ഷേ അത് ഇത്തരം പത്രമാഫീസല്ല. അവിടെ അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. വലിയ ഉപകാരം. മാസികയിൽ കണ്ട നമ്പറിൽ ഫോൺ ചെയ്ത് നോക്കിയെങ്കിലും എല്ലാം ഔട്ട് ഓഫ് ഓർഡറിലാണ്. അഡ്രസ് നോക്കി ആ സ്ട്രീറ്റ് മുഴുവൻ തേടി ഞാൻ നടന്നു. പക്ഷേ അത്തരം ഒരു പ്രസ്സും പത്രമാഫീസും അവിടെയില്ല. പല പത്രക്കാരോടും ചോദിച്ചു, അവർക്കും ഒരു പിടിയുമില്ല. You were totally misguided, Mr. James. ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിനോദ് പ്രസോ പത്രാധിപർ കുൽക്കർണിയോ യഥാർത്ഥത്തിലുള്ള പേരുകളായിരിക്കണമെന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരുതരം പാരലൽ ജേർണലിസമാണിത്. പണച്ചാക്കുകളുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്ന കുറെ വില കുറഞ്ഞ എഴുത്തുകാരും ഫോട്ടോഗ്രാഫർമാരും പിന്നെ ബ്ലൂ ഫിലിം മേക്കേഴ്സുമാണ് വാസ്തവത്തിൽ ഈ വൃത്തികേടുകൾക്ക് പിന്നിൽ. കലയുടെയും ജേർണലിസത്തിന്റെയും സെക്സ് എഡ്യൂക്കേഷൻ ഫിലിമിന്റെയും പേരിൽ ഇവർ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടുന്നു. ഇന്ത്യയിൽ തന്നെ ഇത്തരം എത്ര കേന്ദ്രങ്ങളുണ്ടെന്നോ? ഇവരിൽ ആരെങ്കിലുമായി ഒന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിൽ. ഞാനൊരു കാര്യം ചെയ്യാം. ചില ഫോട്ടോഗ്രാഫർമാരുടെ അഡ്രസ് എന്റെ ഫയലിൽ കാണും. റീന, ബ്രിങ് ആൻ അഡ്രസ് ഫയൽ. ഈ ഫോട്ടോഗ്രാഫറുമായി കോൺടാക്ട് ചെയ്ത് നോക്കൂ. മിസ്റ്റർ ദേശായി മോഡൽ ഗേൾസുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോഗ്രാഫറാണ്. അയാളെ ഒന്ന് സമീപിക്കൂ. നേർവഴിക്ക് ചെന്നാൽ ഇവർ സത്യം പറയുമോ എന്തോ. ദിസ് ഇസ് എൻക്ലീൻ അണ്ടർവേൾഡ് റാക്കറ്റ്. I want to meet Mr. Desai. He is not here. How can I meet him? There is some possibility. Your good name, please? Jeepal. Jeepal? മലയാളിയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ജീപാൽ എന്നാൽ ഗോപാൽ എന്നാണ്. കാര്യം പറയൂ. നോക്കൂ, ഞാൻ ഈ പത്രത്തിന്റെ പത്രാധിപരാണ്. എന്താ നോക്കുന്നത്? അല്ല, അക്ഷരങ്ങളും മഞ്ഞ നിറത്തിൽ തന്നെ ആയാൽ വളരെ നന്നായേനെ. അപ്പോഴേ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു നാട്ടുകാരല്ലേ, എനിക്ക് ദേശ അത്യാവശ്യമെന്ന് കാണണം. അതിനെന്താ, അഡ്രസ് തരൂ. ദേശായി അവിടെ എത്തും. ഞാൻ മുറിയിൽ തന്നെ കാണും, എങ്ങും പോകില്ല. അല്ലേ? അല്ല, പേര് പറഞ്ഞില്ലല്ലോ. ശാന്ത കെ നായർ. ശാന്ത കെ നായർ. ബ്യൂട്ടിഫുൾ. ഓക്കേ, റൈറ്റ്. ബൈ. Oh, Hello. Good morning. Good morning. I'm Desai. Please sit down. Thank you. Thank you. I have an important problem with you that will be beneficial to both of us. Please tell me your problem. Model girls are no problem for me. You can leave that to me. Oh, very good. Mr. Desai, I want to compile a new album of nude girls. Money is no problem, but I want beautiful girls. Please go through this album. Oh, thank you. I see. I hope you can pick up more girls. I can go to any length. I don't mind. You can expect my call very soon. Okay? Good photographs. So please accept this for the time being. Thank you, sir. So when can I see the girls? As soon as possible. Please don't forget it. Oh, certainly not. Oh.
Thank you. All the best. Thank you. ഹലോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പ്ലീസ് കം. ഹലോ സർ, മിസ്റ്റർ പോൾ ഹാസ് കം. യെസ് സർ, വരൂ. താങ്ക് യു. ഇതാണ് ശരിയായ സ്റ്റുഡിയോ. Oh, nice, very nice. പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ്. ദേശായിയുടെ ചിത്രങ്ങൾ വരുന്ന മാഗസീൻസ് ആണ്. ഈ ഫീൽഡിൽ ദേശായി ആരും വെല്ലുന്ന മനുഷ്യനാണ്. എത്രയെത്ര മോഡലുകളെയാണ് ദേശായിയുടെ ക്യാമറ ലക്ഷപ്രഭുക്കളാക്കിയതെന്നറിയാമോ? ഇന്ത്യയിലെ ഒരുവിധം എല്ലാ മോഡലുകളും ചിത്രങ്ങൾക്കായി ദേശായിയുടെ പിറകെ വന്നിട്ടുണ്ട്. പലരും സിനിമാ താരങ്ങളായത് തന്നെ ആദ്യം ദേശായിയുടെ മുന്നിൽ പോസ് ചെയ്തിട്ടാണ്. ഇനി ആൽബം നോക്കൂ. ദേശായി ഉടനെ വരും. ഞാൻ മുകളിൽ പോയി വരാം. മാസികയിൽ അവളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ഈ മാർഗത്തിൽ അന്വേഷിക്കാൻ തോന്നിയത്. എനിക്ക് ഈ പെൺകുട്ടിയെ പരിചയമുള്ളതുപോലെ തോന്നുന്നു. ഒരുപക്ഷെ ഇവിടെ മോഡലായി വന്നിട്ടുണ്ടാവാം. എങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ നിശാന്ത ചെയ്യുന്നത് ഒരു വലിയ ഉപകാരമായിരിക്കും. ഇവിടെ എത്രയോ പെൺകുട്ടികൾ വന്നും പോയും ഇരിക്കുന്നു. അതിലൊരു മുഖമായിരിക്കാം. എന്നാലും ഓർമ്മിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് പ്രയോജനമില്ല. വന്നുപോയവരെ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അവരുമായുള്ള ബന്ധം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റി അറിയാഞ്ഞിട്ടാണ്. ഇവിടെ ആരെല്ലാം വരുന്നു? കോളേജ് വിദ്യാർത്ഥിനികൾ, ഉദ്യോഗസ്ഥകൾ, ഭർത്താവിന്റെ സമ്മതത്തോടെയും അല്ലാതെയും വരുന്ന ഭാര്യമാർ. ഇവിടെ വരുന്ന മോഡലുകളുടെ അഡ്രസ് കാണില്ലേ? മോഡലുകളും ഫോട്ടോഗ്രാഫറും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ ആരാണ് യുവതികളെ കൊണ്ടുവരുന്നത്? ഏജന്റ്.
ഏജന്റ്? അതെ, യുവതികളെ കൊണ്ടുവരാൻ ധാരാളം ഏജന്റുമാരുണ്ട്. മോഡലുകളുടെ ആവശ്യം വന്നാൽ ഞങ്ങൾ ഏജന്റുമാരെ വിവരം അറിയിക്കും. അവർ യുവതികളെ കൊണ്ടുവരും. അതിനവർ 2 ഭാഗത്തുനിന്നും കമ്മീഷൻ വാങ്ങും. ഒരു ഏജന്റ് ഇവളെയും മോഡലായി കൊണ്ടുപോയിരിക്കാം. അങ്ങനെയാണ് ഫോട്ടോ മാസികയിൽ വന്നത്. ഈ ബോംബെ നഗരത്തിൽ ഇത് തൊഴിലാക്കി ജീവിക്കുന്ന 100 കണക്കിന് ഏജന്റുമാരുണ്ട്. മിസ്റ്റർ പാൽ, You bastard! I will kill you. Hey, where is my daughter? How did you see her? Come on, tell me! She is my daughter. She is my daughter. Who sold this film? Where is she now? हमको नहीं मालूम. हम फिल्म किसी से लेते नहीं. फिल्म लेके बेचते हैं हम तो. If you want, I can give the address of the studio from whom I have taken the film. You have to put your hand on his shoulder and you have to embrace him. Now slowly get up, both of you. Yes, get up slowly. Get closer. Mm-hmm. Now, hold it, baby. I'll show them how to do. Right. Remove your shirt. You show it, sir. Remove your shirt, shirt. I'll do it like Remove your shirt. I'll tell you how to do it. And sit. Oh. Ah. അങ്ങനെയാണെങ്കിൽ ചാർലിയുടെ പരിചയക്കാരനായി ഗോപൻ എന്നൊരു ഫോട്ടോഗ്രാഫർ ഉള്ളതായി എനിക്കറിയാം. ഗോപൻ? എവിടെയാണ് ഗോപന്റെ സ്റ്റുഡിയോ? സ്റ്റുഡിയോ എന്ന് പറയാനൊന്നുമില്ല, അവൻ താമസിക്കുന്ന മുറി തന്നെയാണ് സ്റ്റുഡിയോ. हाँ बोलिए साहब, आपको कैसी लड़के चाहिए? यहाँ तो सारा हिंदुस्तान भरा हुआ है. हाय हाय हाय, आपका मन जीत लेंगे. मराठी चाहिए आपको? गुजराती, नेपाली, पंजाबी और मद्रासी. जरा आप देख लीजिए, सब कुछ है. आप तो नए हैं, इसलिए आप शायद पद्मा रानी को नहीं जानते. पद्मा रानी कभी झूठ नहीं बोलती, धोखा नहीं देती. मद्रासी लड़कियों को सलवार कमीज पहना के पंजाबी बनाने का काम पद्मा रानी नहीं करती. वो कोई और होगा. अपना धंधा तो अलग है. पद्मा रानी बिजनेस में धोखा नहीं करती. बोलिए साहब, आप चुप क्यों हैं? आप अपनी पसंद तो फरमाइए. अपनी लड़कियां बिल्कुल खानदानी है. आप चिंता नहीं कीजिए, कोई गड़बड़ नहीं होगा. बोलिए ना साहब, आपको कैसे लड़के चाहिए? മദ്രാസി. മദ്രാസി. मद्रासी. पैसा निकालो. हाँ, अरे वो शांता, इधर आ, जल्दी आ. साहब नए आदमी है. शांति भाई, इनको जरा खुश कर देना. നാണിച്ചോ? പറയൂ. ഞാനൊരു കാര്യം അറിയാൻ വന്നതാണ്. ഓ, സാഹിത്യകാരനായിരിക്കും. എന്റെ ആത്മകഥ അറിയാനായിരിക്കും അല്ലേ? ഞാൻ പലരോടും പലവിധത്തിലും പറഞ്ഞു കഴിഞ്ഞതാണ്. പുതിയതായി ഒന്നും എനിക്ക് പറയാനില്ല. അതൊന്നും വേണ്ട. ഇത് ആരുടെ ഫോട്ടോ ആണ്? ഇവിടെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇവൾ ഈ നമ്പർ ഹൗസിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവളെ പ്രേമിച്ചവൻ നാട്ടിൽ നിന്നൂടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുമല്ലേ? നോക്കൂ,
ഞാൻ എന്റെ അനുഭവം പറഞ്ഞെന്ന് മാത്രം. എന്റെ അച്ഛനോ ഏട്ടനോ എന്നെയും അന്വേഷിച്ച് നിങ്ങളെപ്പോലെ ബാംബെ തെരുവിൽ നടന്നിട്ടുണ്ടാവും. ഈ പെൺകുട്ടി നിങ്ങളുടെ ആരെന്നും ചോദിക്കുന്നില്ല. ആരും ആയിക്കൊള്ളട്ടെ, വേശ്യാലയത്തിൽ നിന്ന് ഇവളെ തിരിച്ചു കിട്ടിയാൽ നിങ്ങളെപ്പോലുള്ളവരുടെ മാന്യത ഇവൾക്ക് എന്ത് സ്ഥാനമാണ് നൽകുക? നിങ്ങൾ പണക്കാരനായിരിക്കും, അതുകൊണ്ട് എല്ലാം മറച്ചു വയ്ക്കാൻ സാധിച്ചെന്ന് വരും. ഇവളെ ഇത്ര നമ്പർ ഹൗസിൽ നിന്നോ ഏതെങ്കിലും തെരുവിൽ നിന്നോ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവളെ തിരിച്ചു കിട്ടുന്നതല്ല. ഇതൊരു ചുടുകാടാണ്, സ്ത്രീത്വത്തിന്റെ ശ്മശാനം. എന്തിനു ഓരോന്ന് പറയുന്നു? ഇത് കഥ പറയാനുള്ള നേരമല്ല.